മുത്തുക്കളെ ഒരു കഥ ചൊല്ലിട്ട് പോവാ. മാൾട്ടയിൽ വെച്ച് ഞാൻ ഈ പട്ടിപ്പടി എടുത്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ സ്കേറ്റിംഗ് ഷൂല് എപ്പോഴും കളിക്കുവരുത്. അപ്പൊ എന്റെ കൂട്ടുകാർ ഇതെന്താണ് നിനക്ക് സ്കേറ്റിംഗ് ഭ്രാന്താ? ഇല്ലടാ, യാത്രഭ്രാന്താണ്. യാത്രഭ്രാന്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണ മെയിൻ സാധനമാണ്. സാധനം ഉണ്ടെങ്കിലില്ലേ നമുക്ക് ഈ ആന ബാക്ക് കൊടുക്കത്ത വെയിറ്റ് ആണ് മൊത്തം. ഈ സാധനം കൊണ്ട് നടന്ന് പണ്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ കമ്പനിക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചു എനിക്കൊരു സ്പോൺസർ ചെയ്ത് അവരൊരു സ്കേറ്റിംഗ് ഷൂ തന്നു. ഗൈസ് നോക്കി നോക്കി ഏതാ മൂഡ്. ഇനിയിപ്പോ നൈസിന് ഇങ്ങനെ പോവാ ഗൈസ്, സുഖമായിട്ട് ഇങ്ങനെ പയ്യെ ഈ സാധനം വെച്ചിട്ട് സ്കേറ്റ് ഷൂസ് ഒക്കെ വെച്ച് ഇപ്പൊ പുതിയതായതുകൊണ്ട് അങ്ങോട്ട് സെറ്റായി വരുന്നുള്ളൂ ഗൈസ്. പക്ഷെ നൈസ് മൂഡ്. എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ സ്കേറ്റ് ചെയ്യാനല്ലേ നമ്മുടെ ഒരു ചങ്ക് ബ്രോ, ജിതിൻ ബ്രോ, ആളാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചു തന്നെ. അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ സ്കേറ്റർ ഫ്രം മാൾട്ട, ഒടുക്കത്തെ ഫേമസ് ആട്ടോ. നമ്മളെ ഇന്ത്യക്കാരുടെ ഏറ്റവും അഭിമാനമാണ് അവൻ. അവിടെ മാൾട്ടയ്ക്കാണെന്ന് കാണിച്ച അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ ഞാൻ അവനെ ടാഗ് ചെയ്തതിൽ. അപ്പം അവനാണ് മച്ചാനെ നീയാടാ എന്നെ ഇൻസ്പയർ ചെയ്ത് ശരിക്കും ഈ സ്കേറ്റിങ് തുടങ്ങാനായിട്ട്. അങ്ങനെ തുടങ്ങി ഇപ്പോൾ സ്കേറ്റിങ്ങിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. വളരെ സുഖം, വെയിറ്റ് ഇല്ല, ചുമ്മാ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇനിയിപ്പോൾ യൂറോപ്യൻ യാത്ര സ്കേറ്റ്സിലൂടെ ഗൈസ്. അപ്പോൾ അപ്പോൾ ലവ് ഫ്രം മലയാളി രാജു ഗൈസ്. ഓക്കെ, ബൈ.